കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് വേസ് ടു സൈക്കോതെറാപ്പി ഇൻ്റഗ്രേഷനാണ്. അതിൽ നമ്മൾ ഒരു 4 വേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എക്ലിറ്റിസിസം, തിയററ്റിക്കൽ ഇൻ്റഗ്രേഷൻ, അസിമുലേറ്റീവ് ഇൻ്റഗ്രേഷൻ, ദ കോമൺ ഫാക്ടർ അപ്രോച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അതിൽ 2 അപ്രോച്ചും കൂടി ഉണ്ട് ഈ ടോപ്പിക്കിൽ. മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ചും ഹെൽപ്പിംഗ് സ്കിൽ അപ്രോച്ച് ടു ഇൻ്റഗ്രേഷൻ. ഈ 2 വേസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ചിൻ്റെ എക്സാമ്പിളായിട്ട് ദ ട്രാൻസ് തിയററ്റിക്കൽ മോഡലും ബ്രൂക്സ് ഹാരിസ് മൾട്ടി തിയററ്റിക്കൽ മോഡലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഇന്ന് എവിഡൻസ് ബേസ്ഡ് തെറാപ്പി ആൻഡ് ഇൻ്റഗ്രേറ്റീവ് പ്രാക്ടീസ്, അതിൽ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് EBP ഇൻ പ്രാക്ടീസ് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഫ്യൂച്ചർ ഓഫ് സൈക്കോതെറാപ്പി, സ്കൂൾസ് ആൻഡ് തെറാപ്പി ഇൻ്റഗ്രേഷൻ. ഈ ടോപ്പിക്സൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പിയിലുള്ള ഒരു അപ്രോച്ചാണ് മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ച്. അപ്പോൾ നമുക്ക് ആ വേർഡ് നോക്കാം. മൾട്ടി തിയററ്റിക്കൽ, മൾട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇവിടെ തെറാപ്പിസ്റ്റ് മൾട്ടിപ്പിൾ തിയറീസ് അവരുടെ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ തിയറീസ് ഒന്നും കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ തിയറി ആക്കാതെയാണ് ഇവർ മൾട്ടിപ്പിൾ തിയറീസ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ എയിം എന്ന് പറഞ്ഞാൽ, ഈ മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ചിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, ഓർഡർ ആക്കുക. അതായത് സൈക്കോതെറാപ്പിയിൽ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് തിയറീസ് ഉണ്ട്. അതൊരു ഓർഡർ ആക്കുക, അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എല്ലാ തിയറീസിലുള്ള ബെസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ എല്ലാ തിയറീസിലുള്ള വാല്യുബിൾ ഇൻസൈറ്റ് അവിടെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എയിം, ദ ഗോൾ ഓഫ് മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ച് ഈസ് ടു പ്രൊവൈഡ് എ ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിന്? ടു ഹെൽപ്പ് ദ തെറാപ്പിസ്റ്റ് അപ്ലൈ 2 or more തിയറീസ് ഇൻ പ്രാക്ടീസ്. 2 അതിലധികമോ തിയറീസ് ഒരുമിച്ച് ഒരു പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി തെറാപ്പിസ്റ്റിനൊരു സ്ട്രക്ചർ, ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ മൾട്ടിപ്പിൾ തിയറീസ് ഒരുമിച്ച് കൊണ്ടുവരാം, എങ്ങനെ ഒരു മൾട്ടിപ്പിൾ തിയറീസ് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം, ഒരുമിച്ച് കൊണ്ടുവരാം. ഈ തിയറീസ് ഒന്നും തിയററ്റിക്കൽ ലെവലിൽ അതിനെ കമ്പൈൻ ചെയ്യാതെ, തിയററ്റിക്കൽ ലെവലിൽ ഇതിനെയൊന്നും മെർജ് ചെയ്യാതെ, കമ്പൈൻ ചെയ്യാതെ എങ്ങനെ കൊണ്ടുവരാം, അതാണ് ഈ മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ചിൻ്റെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ചസിൻ്റെ 2 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യത്തേത് ദ ട്രാൻസ് തിയററ്റിക്കൽ മോഡൽ, രണ്ടാമത്തത് ബ്രൂക്സ് ഹാരിസ് മൾട്ടി തിയററ്റിക്കൽ മോഡൽ. ആദ്യത്തെ എക്സാമ്പിൾ ദ ട്രാൻസ് തിയററ്റിക്കൽ മോഡൽ. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൾട്ടി തിയററ്റിക്കൽ ഫ്രെയിം വർക്കാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രൊചെസ്ക ആൻഡ് ഡിക്ലെമെറ്റ് ആണ്. ഇത് ഒരു മോഡൽ ഓഫ് ബിഹേവിയർ ചേഞ്ചാണ്. അതായത് ഈ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹെൽത്തി ബിഹേവിയർ ചേഞ്ച് പ്രൊമോട്ട് ചെയ്യാൻ, ഹെൽത്തി ബിഹേവിയർ ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു ഇൻ്റർവെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിൽ ഈ മോഡൽ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ബിഹേവിയർ, പ്രോബ്ലമാറ്റിക് ബിഹേവിയേഴ്സ് മോഡിഫൈ ചെയ്യാനും അതേപോലെ തന്നെ പോസിറ്റീവ് ബിഹേവിയേഴ്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ചാണ്. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വേരിയസ് കൗൺസിലിംഗ് തിയറീസിലുള്ള കീ ഐഡിയാസും കീ കോൺസെപ്റ്റൊക്കെയാണ് ഈ മോഡലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ മോഡലിൽ നമുക്ക് ഒരു 5 ബേസിക് സ്റ്റേജസ്, അതായത് 5 സ്റ്റേജസ് ഓഫ് ചേഞ്ചസ് പറയുന്നുണ്ട്. പ്രീ കണ്ടംപ്ലേഷൻ, പ്രിപ്പറേഷൻ, 4 ആക്ഷൻ, 5 മെയിൻ്റനൻസ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രീ കണ്ടംപ്ലേഷൻ സ്റ്റേജ്. ഇവിടെ ക്ലയൻറ്റിന് ഒരു ഇൻറ്റൻഷനും ഇല്ല, ഒരു
ഒരു മാറ്റം വേണമെന്ന് അടുത്ത 6 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ബിഹേവിയർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻഷനും ഇല്ല ക്ലയൻറ്റിന്. അതാണ് കണ്ടംപ്ലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കണ്ടംപ്ലേഷൻ സ്റ്റേജാണ്. അതായത് ഇവിടെ ഒരു പ്ലാനിങ് ഉണ്ട്, ഒരു ചേഞ്ച് അടുത്ത 6 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ബിഹേവിയർ ചേഞ്ച് ഇവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട് ക്ലയൻറ്റിൽ. അതാണ് കണ്ടംപ്ലേഷൻ. അടുത്തത് പ്രിപ്പറേഷനാണ്. അതായത് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുക്കണം ക്ലയൻറ്റ് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് പ്രിപ്പറേഷൻ സ്റ്റേജ്. അതായത് അടുത്ത ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ നെക്സ്റ്റ് മന്ത്. അടുത്തത് ആക്ഷൻ സ്റ്റേജാണ്. അതായത് ആക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു നല്ല നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള ചേഞ്ച് അവരുടെ ക്ലയൻറ്റിൻ്റെ ബിഹേവിയറിൽ കഴിഞ്ഞ 6 മാസമായിട്ട് കാണുന്നുണ്ട്. അതാണ് ആക്ഷൻ സ്റ്റേജ്. അടുത്തത് മെയിൻ്റനൻസ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ 6 മാസം മുതൽ 5 വർഷം വരെ ആയിട്ട് ഇവിടെ വർക്കിംഗ് ആണ്. എന്തിന്? ടു പ്രിവെൻറ്റ് റിലാപ്സ്. അതായത് ഒരു വട്ടം ഒരു പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ഒരു ചേഞ്ച് ചെയ്താണ് ആ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ തിരിച്ചു വരാണ്ടിരിക്കാൻ, റിലാപ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാണ്ടിരിക്കാനുള്ള അതിൻ്റെ പ്രിവെൻഷനിൽ വർക്ക് ചെയ്യുകയാണ് ക്ലയൻറ്റ്. അതാണ് മെയിൻ്റനൻസ്. പിന്നെ ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലയൻറ്റിന് തിരിച്ച് ആ ഒരു പഴയ ബിഹേവിയറിലേക്ക് പോകാൻ യാതൊരുവിധ മോട്ടിവേഷനും ഇല്ല, യാതൊരുവിധ ടെംപ്റ്റേഷനും ഇല്ല. ക്ലയൻറ്റ് ഫുൾ ഒരു 100% സെൽഫ് എഫിക്കസിയാണ്, 100% കോൺഫിഡൻ്റ് ആണ്. ഇനി ആ ബിഹേവിയർ, ആ അൺഹെൽത്തി ഹാബിറ്റ്സിലേക്ക് ഒരു ബിഹേവിയറിലേക്ക് തിരിച്ചു പോവില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ മോഡലിൽ പറയുന്ന 5 സ്റ്റേജസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ് തിയററ്റിക്കൽ മോഡലിൽ ഒരു 10 പ്രോസസ്സസ് ഓഫ് ചേഞ്ച് ഉണ്ട്. അതാണ് ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 5 സ്റ്റേജസ് ഡിസ്കസ് ചെയ്തു, 5 ബേസിക് സ്റ്റേജസ് ചേഞ്ചിലുള്ള. അപ്പോൾ ഈ സ്റ്റേജസിലൂടെ ഒരാൾ പ്രോഗ്രസ് ചെയ്യുമ്പം ഇയാൾ യൂസ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. കോവേർട്ടായിട്ടുള്ളതും ഓവേർട്ടായിട്ടുള്ളതും, അതായത് ഹിഡൻ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്. അതാണ് ഈ 10 പ്രോസസ്സ് ഓഫ് ചേഞ്ച്, 10 പ്രോസസ്സ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 10 പ്രോസസ്സ് ഓഫ് ചേഞ്ച് ആണുള്ളത്. അതിൽ ഫസ്റ്റത്തെ 5 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിയൻഷ്യൽ പ്രോസസ്സാണ്. അതായത് മെൻ്റൽ ഷിഫ്റ്റ്, മെൻ്റൽ പ്രോസസ്സാണ് അതിൽ ഉള്ള ചേഞ്ച്, എക്സ്പെരിയൻഷ്യൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നത്തെ 5 എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ പ്രോസസ്സ്, അതായത് ഒരു ആക്ഷൻ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 5 എന്ന് പറഞ്ഞാൽ എക്സ്പെരിയൻഷ്യൽ പ്രോസസ്സാണ്. പിന്നെ സെക്കൻഡ് 5 എന്ന് പറഞ്ഞാൽ അവിടെ ബിഹേവിയറൽ പ്രോസസ്സാണ് ഉള്ളത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സ്റ്റേജും എല്ലാ പ്രോസസ്സിൻ്റെ ഒന്നും നെയിംസ് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 10 ഉണ്ട്, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് അത് പറയാം. അപ്പോൾ ആദ്യത്തെ 5 എണ്ണം, അതായത് എക്സ്പെരിയൻഷ്യൽ പ്രോസസ്സ്, അതായത് കോഗ്നിറ്റീവ്, ഇമോഷണൽ, പെർസെപ്ച്വൽ ചേഞ്ചസ് ഒക്കെ ഉള്ളത്. അതിൽ ആദ്യത്തേത് കോൺഷ്യസ് റേസിങ്, അതായത് അയാളുടെ അവെയർനെസ്, അതായത് അവരുടെ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ, ഇപ്പോൾ ഒരാളുടെ സ്മോക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അവെയർനെസ് അയാൾ ഇൻക്രീസ് ചെയ്യുകയാണ്. അതാണ് കോൺഷ്യസ് റേസിങ്. അയാൾ പുതിയ ഫാക്റ്റൊക്കെ അറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഐ റിമെമ്പർ ഇൻഫർമേഷൻ എബൌട്ട് ക്വിറ്റിംഗ് സ്മോക്കിംഗ്. അപ്പോൾ ആ ക്വിറ്റിങ്ങിനെ പറ്റിയുള്ള ഫാക്ട്സൊക്കെ മനസ്സിലാക്കുക, അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒക്കെ, അതിനൊക്കെ ഗെയിനിങ് അവെയർനെസ്. അതാണ് കോൺഷ്യസ് റൈസിങ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ. രണ്ടാമത്തത് ഡ്രമാറ്റിക് റിലീഫ്. ഈ അൺഹെൽത്തി ബിഹേവിയർ അല്ലെങ്കിൽ അൺഹെൽത്തി ഹാബിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ അവരവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, അതൊക്കെയാണ് ഈ പ്രോസസ്സിൽ ഉള്ളത്. പിന്നെ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ റീ ഇവാലുവേഷൻ. എങ്ങനെ അവരുടെ ബിഹേവിയേഴ്സ് അവരുടെ എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. അടുത്തത് നാലാമത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ ലിബറേഷൻസ്. അതായത് നമ്മളെ ചുറ്റുമുള്ള ഫാക്ടേഴ്സ്, ഈ ബിഹേവിയർ ചേഞ്ച്
വേണ്ടിയിട്ട് എത്രത്തോളം പുറത്തുള്ള ഫാക്ടേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സസ് എത്രത്തോളം ഏതൊക്കെയുണ്ട്, അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ട് അത് എത്രത്തോളം നമ്മുടെ ബിഹേവിയർ ചേഞ്ചിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള റെക്കഗ്നൈസിങ് ദാറ്റ്. അതായത് നമ്മൾ സ്മോക്ക് ഫ്രീ ലോസ് അതൊക്കെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്മോക്കിങ് നമ്മൾ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളിപ്പോൾ സ്മോക്കിങ് ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റി അത് എത്രത്തോളം അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു 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 നമ്മൾ നോട്ടീസ് ചെയ്യുക. അതാണ് സോഷ്യൽ ലിബറേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തേതെന്ന് പറഞ്ഞാൽ സെൽഫ് റീവാലുവേഷൻ. അതായത് നമ്മൾ റിയലൈസ് ചെയ്യുകയാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബിഹേവിയർ ചേഞ്ച് എന്നുള്ളത്. നമ്മളെ ഐഡൻറ്റിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് നമ്മളെ ബിഹേവിയർ ചേഞ്ചിന്, പ്രോബ്ലമാറ്റിക് ബിഹേവിയറിനെ ആ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള റീഇവാലുവേഷൻ, സെൽഫ് റീവാലുവേഷൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ 5 എക്സ്പീരിയൻഷ്യൽ പ്രോസസ്സ്. ഇതൊരു മെൻ്റൽ പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് 5 എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ പ്രോസസ്സാണ്. അതായത് ആക്ഷൻ, ഹാബിറ്റ്സ്, സ്ട്രാറ്റജീസ്. നമ്മളൊരു ആക്ഷൻ നടക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് കൺട്രോളാണ്. നമ്മൾ ഈ അൺഹെൽത്തി ബിഹേവിയർ ഉണ്ടാക്കാൻ നമ്മൾ ട്രിഗർ ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, അതിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തേത് നമ്മൾ ഒരു ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആളുകളടുത്തു നിന്നൊക്കെ, ബാക്കിയുള്ള റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നമ്മൾ സപ്പോർട്ട്, ഒരു സോഷ്യൽ സപ്പോർട്ട്, ഈ ബിഹേവിയർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ സീക്ക് ചെയ്യുകയാണ്, നമ്മൾ ചോദിക്കുകയാണ്. പിന്നെ കൗണ്ടർ കണ്ടീഷനിങ്. അതായത് ഇപ്പം നമുക്കുള്ള ബിഹേവിയറിനെ, ഒരു അൺഹെൽത്തി ബിഹേവിയറിനെ മാറ്റിയിട്ട് നമ്മൾ ആൾട്ടർനേറ്റീവായിട്ടൊരു ഹെൽത്തി ബിഹേവിയർ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ഒരു ഇൻറ്റൻസ് സ്മോക്കിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ സ്മോക്കിങ്ങിന് പകരം അയാൾ വേറെ എന്തെങ്കിലും കൈക്കൊണ്ട് ചെയ്യുക എന്നുള്ളത്, അതാണ് കൗണ്ടർ കണ്ടീഷനിങ്ങിൽ വരുന്നത്. അതിനെ പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഫസ്റ്റിൽ ഓൾറെഡി ഈ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അടുത്തത് റീഎൻഫോഴ്സ്മെൻറ്റ് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റും ബിഹേവിയർ ചേഞ്ചിനുള്ള പോസിറ്റീവായിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റും റിവാർഡ്സും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ സെൽഫ് ലിബറേഷൻ. അതായത് നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക, നമുക്ക് തന്നെ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക. അതായത് നമ്മുടെ എബിലിറ്റി, നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുള്ള നമ്മുടെ എബിലിറ്റിയിലുള്ള നമ്മുടെ ഒരു വിശ്വാസം, അതായത് നമ്മൾ പ്രോമിസ് ചെയ്യുക ഇനി സ്മോക്ക് ചെയ്യില്ല, അത്തരത്തിലുള്ളൊരു കമ്മിറ്റിങ്, അതൊക്കെയാണ് സെൽഫ് ലിബറേഷനിൽ പറയുന്നത്. ഇതാണ് ഈ 10 പ്രോസസ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡലിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഡിഫറെൻറ്റ് ആളുകൾ ഈ പ്രോസസ്സിൽ പല സ്റ്റേജസിലായിരിക്കും അവരുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ആ സ്റ്റേജ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് തിയറീസ് ആയിരിക്കും, അതായത് ഈ ഡിഫറെൻറ്റ് സ്റ്റേജസിന് ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് തിയറീസ് ആയിരിക്കും. അപ്പോൾ ഈ തിയറീസൊക്കെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ പ്ലാൻ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രൂക്സ് ഹാരിസ് മൾട്ടി തിയററ്റിക്കൽ മോഡലാണ്. ഇത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മൾട്ടി തിയററ്റിക്കൽ മോഡലാണ്. ഇതൊരു കോംപ്രിഹെൻസീവ് ഫ്രെയിംവർക്കാണ്. സൈക്കോ തെറാപ്പിയിലെ ഡിഫറെൻറ്റ് സൈക്കോതെറാപ്പി സിസ്റ്റത്തിനെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഫ്രെയിംവർക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്ലയൻറ്റിൻ്റെ ഡൈവേഴ്സ് നീഡ്സ്, വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡിഫറെൻറ്റ് തിയറീസും അപ്രോച്ചസിനെയൊക്കെ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നാണ് ഈ ഫ്രെയിംവർക്കിൽ പറയണത്. ഇനി ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു കുറച്ച് തിയററ്റിക്കൽ അപ്രോച്ചസ്, ഒരു 7 തിയററ്റിക്കൽ അപ്രോച്ചസ് ഇദ്ദേഹം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കോഗ്നിറ്റീവ്, ബിഹേവിയറൽ, എക്സ്പെറൻഷ്യൽ, ബയോസൈക്കോസോഷ്യൽ, സൈക്കോഡൈനാമിക്സ്, സിസ്റ്റമിക്, മൾട്ടികൾച്ചറൽ.
ബ്രൂക്സ് ഹാരിസ് അവരുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് തോട്ട്, ആക്ഷൻ, അതേപോലെ തന്നെ ഫീലിങ്സ്, ഇത് പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ്, ഇത് പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ഉള്ളത്, പരസ്പരം റിലേറ്റഡ് ആണ് വളരെയധികം. നമ്മളെ ബയോളജിക്കൽ, ഇൻ്റർപേഴ്സണൽ, സിസ്റ്റമിക്, കൾച്ചറൽ കോണ്ടെക്സ്റ്റൊക്കെ വളരെയധികം നമ്മുടെ തോട്ട്സിനെയും ആക്ഷനെയും ഫീലിങ്ങിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫ്രെയിം വർക്ക് നമുക്ക് എപ്പോഴാണ് ഒരു തെറാപ്പിയിൽ ഒരു തിയറി എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് തെറാപ്പിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും ഈ ഫ്രെയിം വർക്ക്. ഇതിൽ മൾട്ടി കൾച്ചറൽ ഫാക്റ്റ് ഒരു കീ പാർട്ട്, തെറാപ്പിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് പാർട്ടായിട്ട് ഒരു മൾട്ടി കൾച്ചറൽ ഫാക്ടറിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ഫ്രെയിം വർക്കിൽ ഈ മോഡൽ ഒരു ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. എങ്ങനെയാണ്, അതായത് ക്ലയൻറ്റിൻ്റെ നീഡ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് തെറാപ്പി അപ്രോച്ചുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ളൊരു ഗൈഡൻസ്, എങ്ങനെയാണ് ക്ലയൻറ്റിനനുസരിച്ച് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതിനൊരു ഗൈഡൻസ് ഈ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ 7 തിയററ്റിക്കൽ അപ്രോച്ച് നമ്മൾ പറഞ്ഞു. ആ തിയററ്റിക്കൽ അപ്രോച്ചും അതിൻ്റെ ഫോക്കൽ ഡയമെൻഷൻസ്, അത് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്, ഫോക്കൽ ഡയമെൻഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തേത് പറയുന്നത് കോഗ്നിറ്റീവാണ്. അപ്പോൾ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് നമുക്ക് അവരുടെ ഫങ്ഷണൽ തോട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഇനി അവർക്ക് ഡിസ്ഫങ്ഷണൽ തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രോബ്ലമാറ്റിക് തോട്ട്സ് തിങ്കിങ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആണ് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. ഇനി ബിഹേവിയറൽ സ്കിൽസ്, നമ്മൾ എങ്ങനെ നമ്മുടെ ക്ലയൻറ്റിന് എങ്ങനെ അവർ ചാലഞ്ചസ് അവരുടെ ലൈഫിൽ വരുന്ന ചാലഞ്ചസ് അവരെ എങ്ങനെ ഫേസ് ചെയ്യാം, അതിനുള്ള ആക്ഷൻസൊക്കെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് എക്സ്പെരിയൻഷ്യൽ ഇൻ്റർവെൻഷനിലൂടെ എയിം ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഫീലിംഗ്, ഒരു അഡാപ്റ്റീവ് ഫീലിംഗ് ക്ലയൻറ്റിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ബയോസൈക്കോ സോഷ്യൽ, അതായത് ബയോസൈക്കോ സോഷ്യൽ സ്ട്രാറ്റജീസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ ബയോളജി അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ ഇതിൽ എക്സസൈസൊക്കെ വരും. അപ്പോൾ എങ്ങനെ നമ്മുടെ ബയോളജി അതേപോലെ തന്നെ ഹെൽത്ത് പ്രാക്ടീസിൻ്റെ ഒക്കെ റോള് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എംഫസൈസ് ചെയ്യുന്നത്. അടുത്തത് സൈക്കോ ഡൈനമിക്, അതായത് ക്ലയൻറ്റിൻ്റെ ഇൻ്റർപേഴ്സണൽ പാറ്റേൺ, അതേപോലെ തന്നെ അവരുടെ ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻസൊക്കെ അതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയും അതിനൊക്കെ കറക്റ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം ഈ സൈക്കോ ഡൈനമിക് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. അടുത്തത് സിസ്റ്റമിക് കൺസ്ട്രക്റ്റീവ് ഇൻ്റർവെൻഷൻസ് നമ്മുടെ സോഷ്യൽ സിസ്റ്റം എങ്ങനെ ക്ലയൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതായത് നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഫാമിലി, അതൊക്കെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഹെൽത്തി അല്ലെങ്കിൽ മോർ പോസിറ്റീവ് സ്റ്റോറീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതും കൂടി അതിനെയൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് മൾട്ടി കൾച്ചറൽ ഫെമിനിസ്റ്റ് സ്ട്രാറ്റജി പറയുന്നത്, ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ എങ്ങനെയാണ് ഈ ക്ലയൻറ്റിൻ്റെ ഇഷ്യൂസിനെ നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ക്ലയൻസിൻ്റെ ഇഷ്യൂവും അതിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൻ്റെ എഫക്റ്റ്, ഇൻഫ്ലുവൻസ്, അതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ 7 തിയററ്റിക്കൽ അപ്രോച്ച്, ആ മെയിൻ ഫോക്കൽ 7 കോർ ഏരിയാസും അതിൻ്റെ ഫോക്കൽ ഡയമെൻഷൻസുമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോതെറാപ്പി ഇൻ്റഗ്രേഷൻ. ബ്രൂക്സ് ഹാരിസ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള 5 പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോതെറാപ്പി ഇൻ്റഗ്രേഷൻ. അതിൽ ആദ്യത്തേത് ഇൻറ്റൻഷണൽ ഇൻ്റഗ്രേഷൻ,
രണ്ടാമത്തത് മൾട്ടി ഡയമെൻഷണൽ ഇൻ്റഗ്രേഷൻ, മൂന്നാമത്തത് മൾട്ടി തിയററ്റിക്കൽ ഇൻ്റഗ്രേഷൻ, നാലാമത്തത് സ്ട്രാറ്റജി ബേസ്ഡ് ഇൻ്റഗ്രേഷൻ, അഞ്ചാമത്തത് റിലേഷണൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ആദ്യത്തത് ഇൻറ്റൻഷണൽ ഇൻ്റഗ്രേഷൻ. ഇൻറ്റൻഷണൽ ഇൻ്റഗ്രേഷനിൽ തെറാപ്പിസ്റ്റ് ഷുഡ് മേക്ക് ഇൻറ്റൻഷണൽ ചോയ്സ്. അതായത് തെറാപ്പിസ്റ്റ് പർപ്പസ്ഫുള്ളി അവിടെ ചൂസ് ചെയ്യണം. ക്ലയൻറ്റിൻ്റെ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ക്ലയൻറ്റിൻ്റെ ഏരിയാസ് ഓഫ് നീഡ്സ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ക്ലയൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഒക്കെ തെറാപ്പിസ്റ്റ് ഇൻറ്റൻഷനലി ചൂസ് ചെയ്യണം എന്നാണ്. രണ്ടാമത്തത് മൾട്ടി ഡയമെൻഷണൽ ഇൻ്റഗ്രേഷൻ. ഇവിടെ തെറാപ്പിസ്റ്റ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ റെക്കഗ്നൈസ് ചെയ്യണം. അതായത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാവും, അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ റെക്കഗ്നൈസ് ചെയ്യണം. അതായത് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ, മൾട്ടിപ്പിൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ, എൻവയോൺമെൻറ്റ്. അപ്പോൾ അവർ തമ്മിൽ പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ ആ ഇൻട്രാക്ഷൻ കറക്റ്റായിട്ട് തെറാപ്പിസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യണം. മൂന്നാമത്തത് മൾട്ടി തിയററ്റിക്കൽ ഇൻട്രാക്ഷൻ. അതായത് ഇവിടെ തെറാപ്പിസ്റ്റ് ഡൈവേഴ്സ് തിയറീസ് മനസ്സിലാക്കണം. അതായത് ഡൈവേഴ്സ് തിയറീസ് തെറാപ്പിസ്റ്റ് യൂസ് ചെയ്യണം. അതായത് ക്ലയൻറ്റിനെ കൂടുതൽ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഇൻ്റർവെൻഷന് ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് തിയറീസ്, ഇവിടെ ഡൈവേഴ്സ് തിയറീസ് തെറാപ്പിസ്റ്റ് യൂസ് ചെയ്യണം. ഇനി ഇവിടെ സ്ട്രാറ്റജി ബേസ്ഡ് ഇൻ്റഗ്രേഷനാണ്. അതായത് ഇവിടെ തെറാപ്പിസ്റ്റ് ഡിഫറെൻറ്റ് തിയറീസ് എന്നുള്ള സ്ട്രാറ്റജീസാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ക്ലയൻറ്റിൻ്റെ നീഡിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഡിഫറെൻറ്റ് തിയറീസിൽ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ പക്ഷേ തിയറീസിലെ സ്ട്രാറ്റജീസ് എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തിയറീസിൻ്റെ റൂട്ടിലേക്ക് പോകുന്നില്ല. തിയറീസിൻ്റെ ബേസിക് ഫിലോസഫിയിലേക്കൊന്നും പോവാതെ നമ്മളവിടെ കമ്പൈൻ ചെയ്യുകയാണ് തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ്. അടുത്തത് റിലേഷണൽ ഇൻ്റഗ്രേഷൻ. റിലേഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റത്തെ 4 ഇൻ്റഗ്രേഷൻ പ്രിൻസിപ്പൾസും ഒരു എഫക്റ്റീവ് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിൽ വേണം നടക്കാൻ വേണ്ടിയിട്ട്. എഫക്റ്റീവ് തെറാപ്യൂട്ടിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് തെറാപ്പിസ്റ്റ്. അപ്പോൾ നമ്മൾ തെറാപ്പിസ്റ്റും ക്ലയൻറ്റും തമ്മിലൊരു ട്രസ്റ്റബിൾ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്ഫുൾ അത്തരത്തിലുള്ള ട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഈ ഫസ്റ്റത്തെ 4 പ്രിൻസിപ്പിളും വർക്ക് ചെയ്യേണ്ടത്. അതാണ് 5th പ്രിൻസിപ്പിൾ പറയണത്. ഇനി നമ്മൾ ബ്രൂക്സ് ഹാരിസ് മോഡൽ ഒരു തെറാപ്പിസ്റ്റുകൾക്ക് ഒരു നല്ല പ്ലാനാണ് ഓഫർ ചെയ്യണത്. എങ്ങനെയാണ് നമ്മൾ മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു പ്ലാനാണ് ഇവിടെ ബ്രൂക്സ് ഹാരിസ് മോഡൽ ഓഫർ ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മളൊരു 7 കോർ ഏരിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ള സ്ട്രാറ്റജീസും ബ്രൂക്സ് ഹാരിസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിലൊരു 15 കീ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഐഡൻറ്റിഫൈയിങ് തോട്ട്, ക്ലാരിഫൈയിങ് ദി ഇമ്പാക്റ്റ് ഓഫ് തോട്ട്, ചാലഞ്ചിങ് ഇറാഷണൽ തോട്ട്, പ്രൊവൈഡിങ് സൈക്കോ എഡ്യൂക്കേഷൻ, സപ്പോർട്ടിങ് ബിബ്ലിയോതെറാപ്പി. ഇത് കൂടാതെ തന്നെ വേറെ 10 കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസും കൂടിയും അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബിഹേവിയറൽ എന്ന് പറയുന്ന കോർ ഏരിയ നോക്കുകയാണെങ്കിൽ അതിലും അദ്ദേഹം കുറച്ച് കീ സ്ട്രാറ്റജീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അസൈനിങ് ഹോംവർക്ക്, പിന്നെ ഒരു ടാസ്കിൻ്റെ ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ബേസ് ലൈൻസ് ഒക്കെ സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ റീഎൻഫോഴ്സ്മെൻറ്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് സ്ട്രാറ്റജീസും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് മോഡൽ പ്രൊവൈഡ് എ സ്ട്രക്ചേർഡ് പ്ലാൻ ഫോർ തെറാപ്പിസ്റ്റ്. ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ തെറാപ്പിസ്റ്റിന് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ നീഡിനനുസരിച്ച് എങ്ങനെ ആണ് മൾട്ടിപ്പിൾ അപ്രോച്ച്, അതേപോലെ തന്നെ സ്പെസിഫിക് സ്ട്രാറ്റജീസൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ബ്രൂക്സ് ഹാരിസ് മൾട്ടി തിയററ്റിക്കൽ മോഡൽ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽപ്പിംഗ് സ്കിൽ അപ്രോച്ച് ടു ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും
നേരം നമ്മൾ ഡിഫറെൻറ്റ് വേസ് ടു തെറാപ്പി സൈക്കോ തെറാപ്പി ഇൻ്റഗ്രേഷനാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ഹെൽപ്പിംഗ് സ്കില്ല് അപ്രോച്ച്. അപ്പോൾ തെറാപ്പി ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് ക്ലാര ഹിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് സ്കിൽ മോഡലാണ് ഇത്. അപ്പോൾ ഈ മോഡലിൽ ഒരു 3 സ്റ്റേജസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. 3 സ്റ്റേജസ് ഓഫ് ഹെൽപ്പിംഗ് പ്രോസസ്സ്, ഒരു 3 സ്റ്റേജസ് ഓഫ് ഹെൽപ്പിംഗ് പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 3 സ്റ്റേജസ് ബേസ് ചെയ്തിട്ടുള്ളത് ഡിഫറെൻറ്റ് തെറാപ്പി സ്കൂൾസിലാണ്. ഡിഫറെൻറ്റ് തെറാപ്പി സ്കൂൾസിൽ ഉള്ള 3 സ്റ്റേജസാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള 3 സ്റ്റേജസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് എക്സ്പ്ലോറേഷനാണ്, രണ്ടാമത്തത് ഇൻസൈറ്റാണ്, മൂന്നാമത്തത് ആക്ഷൻ സ്റ്റേജാണ്. അപ്പോൾ ആദ്യത്തെ എക്സ്പ്ലോറേഷൻ സ്റ്റേജ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റോജേഴ്സ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. റോജേഴ്സ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പീനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജുള്ളത്, എക്സ്പ്ലോറേഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മൾ സ്കിൽസ് എന്ന് പറഞ്ഞാൽ അറ്റൻഡിങ്, ലിസണിങ്, റിഫ്ലക്ഷൻ ഓഫ് ഫീലിംഗ് ആണ്. അതായത് ക്ലയൻറ്റിൽ വളരെ അറ്റൻറ്റീവായിട്ടിരിക്കുക, ക്ലയൻറ്റ് പറയുന്നതിലൊക്കെ അറ്റൻറ്റീവായിട്ട് അവിടെ പ്രസൻറ്റിൽ നിൽക്കുക, ബീങ് അറ്റൻറ്റീവ് ടു ദ ക്ലയൻറ്റ്. ലിസണിങ്, അവരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക. പിന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ ഇമോഷൻസൊക്കെ നമ്മൾ എക്നോളേജ് ചെയ്യുക, അതായത് റിഫ്ലക്ഷൻസ് ഓഫ് ഫീലിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്റ്റേജ്, എക്സ്പ്ലോറേഷൻ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻസൈറ്റ് സ്റ്റേജ്. ഇൻസൈറ്റ് സ്റ്റേജ് ബേസ് ചെയ്തിട്ടുള്ളത് സൈക്കോ അനലിറ്റിക് തിയറിയിലാണ്. ഇതിലുള്ള സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് ഡീലിംഗ് വിത്ത് ട്രാൻസ്ഫറൻസ്, അതായത് ക്ലയൻറ്റിൻ്റെ അണ്ടർലൈങ് ഇഷ്യൂസൊക്കെ മനസ്സിലാക്കാൻ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ട്രാൻസ്ഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് ക്ലയൻറ്റിന് തെറാപ്പിസ്റ്റിനോടുള്ള ഫീലിംഗ്, അതായത് അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്സിൻ്റെയൊക്കെ ബേസിസിൽ ഉണ്ടാവുന്ന ആ ഫീലിങ്സൊക്കെ മാനേജ് ചെയ്യാം. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ, ഇൻസൈറ്റ് സ്റ്റേജിൽ. തേർഡ് ആക്ഷൻ സ്റ്റേജ്. ഇത് ബേസ് ചെയ്തിട്ടുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സിൻ്റെ ബേസിസിലാണ് ആക്ഷൻ സ്റ്റേജ് ഉള്ളത്. ഇതിലെ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബിഹേവിയർ ചേഞ്ച് പ്രൊമോട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ സ്പെസിഫിക് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ സ്റ്റേജിലുള്ളത്. അപ്പോൾ ഇതാണ് ഇത്രയും 3 സ്റ്റേജസാണ് ഹെൽപ്പിംഗ് സ്കിൽ അപ്രോച്ച് ടു ഇൻ്റഗ്രേഷനിൽ ഉള്ളത്. ഇനി നമ്മൾ ഇതിൽ ഒരു പോയിൻറ്റും കൂടി പറയുന്നുണ്ട്. നമ്മൾ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് നമ്മൾ ഈ 3 തെറാപ്യൂട്ടിക് സ്കൂൾസ് പറഞ്ഞു, നമ്മൾ ഈ 3 സ്റ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് 3 തെറാപ്യൂട്ടിക് സ്കൂൾസ് പറഞ്ഞു. ആ 3 തെറാപ്യൂട്ടിക് സ്കൂൾസിൽ ഉള്ള ടെക്നിക്സൊക്കെ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള തെറാപ്പി ഇൻ്റഗ്രേഷന് അവർക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള സ്കിൽസ് അവരുടെ എൻഹാൻസ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിഫറെൻറ്റ് വേസ് ടു സൈക്കോ തെറാപ്പി ഇൻ്റഗ്രേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 ഇൻ്റഗ്രേഷൻ വേസ് ഡിസ്കസ് ചെയ്തു, സൈക്കോ തെറാപ്പി ഇൻ്റഗ്രേഷൻ വേസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മൾട്ടി തിയററ്റിക്കൽ അപ്രോച്ച് തന്നെ അതിൻ്റെ 2 എക്സാമ്പിൾ, ദ ട്രാൻസ് തിയററ്റിക്കൽ മോഡൽ, ബ്രൂക്സ് ഹാരിസ് മൾട്ടി തിയററ്റിക്കൽ മോഡൽ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹെൽപ്പിംഗ് സ്കിൽ അപ്രോച്ച് ടു ഇൻ്റഗ്രേഷനും ഡിസ്കസ് ചെയ്തു. ഈ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻസ്, എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും MPC 013 ക്ലാസ്സസ് ട്യൂട്ടറിങ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവരുടെ അടുത്തും ഷെയർ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ എവിഡൻസ്ഡ് ബേസ്ഡ് തെറാപ്പി ആൻഡ് ഇൻ്റഗ്രേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടോപ്പിക്കും പിന്നെ വളരെ ഈസി ആയിട്ടുള്ള ഫ്യൂച്ചർ ഓഫ് സൈക്കോ തെറാപ്പി, സ്കൂൾസ് ആൻഡ് തെറാപ്പി ഇൻ്റഗ്രേഷനും ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിഡൻസ് ബേസ്ഡ് തെറാപ്പി ആൻഡ് ഇൻ്റഗ്രേറ്റീവ് പ്രാക്ടീസാണ്. ഒരു തെറാപ്പിസ്റ്റ് ഒരു ഇൻ്റഗ്രേറ്റീവ് അപ്രോച്ച് ആണ് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ തെറാപ്പി സ്കൂളാണ് യൂസ് ചെയ്യുന്നത്. ഏതായാലും ചൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അപ്രോച്ച്
എംപിരിക്കലി സപ്പോർട്ട്, അതിനൊരു എംപിരിക്കൽ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇതിനൊരു എംപിരിക്കൽ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത്. എംപിരിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു എവിഡൻസ്, അതിനൊരു വാലിഡേഷൻ, ഇപ്പോൾ നമ്മളൊരു സയൻറ്റിഫിക് ഒരു പ്രൂഫ് ഉണ്ടോ എന്ന്, ഒരു എക്സ്പെരിമെൻ്റലി പ്രൂഫ് ഉണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യണം. അപ്പോൾ എവിഡൻസ്ഡ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിലൂടെ ക്ലയൻസിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാൻ പറ്റുക. അതായത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, നമ്മളെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള റിസർച്ചിൽ ഏറ്റവും ബെസ്റ്റ് റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് EBPയിൽ പറയണത്. അത് കൊടുക്കുക. അതേപോലെ തന്നെ EBPയിൽ അവർ ക്ലയൻസിൻ്റെ കൾച്ചർ ബാക്ക്ഗ്രൗണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ക്ലയൻസിനും ഉണ്ടാവുന്ന സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിന് ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്: ദ ഇൻ്റഗ്രേഷൻ ഓഫ് ബെസ്റ്റ് അവൈലബിൾ റിസർച്ച് വിത്ത് ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് പേഷ്യൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, കൾച്ചർ ആൻഡ് പ്രിഫറൻസ്. അതായത് ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ നടക്കുകയാണ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് റിസർച്ചും വിത്ത് ക്ലിനിക്കൽ എക്സ്പെർട്ടൈസ്. ഇവിടെ കൺസിഡർ ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കൾച്ചർ, പ്രിഫറൻസസ് ഒക്കെ. ഇനി നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിന് എന്തുകൊണ്ട് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് വേണം, അതിന് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് പറയുന്നത്. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിലൂടെ ക്ലയൻസിന് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു. അതായത് ഓരോ ക്ലയൻറ്റിനും അവകാശമുണ്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടണം, ഏറ്റവും പ്രൂഫൺ ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത് കിട്ടണം എന്നുള്ള. അപ്പോൾ ആ ഒരു റൈറ്റ്, അതായത് ക്ലയൻറ്റിന് ഒരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്, അത് അവർക്ക് ലഭിക്കുന്നു ഈ EBPയിലൂടെ. അടുത്തത് അക്കൗണ്ടബിലിറ്റി, അതായത് കൗൺസിലേഴ്സ് കൂടുതൽ അക്കൗണ്ടബിൾ ആവുന്നു. അതായത് EBPയിലൂടെ കൗൺസിലേഴ്സ് കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നു. അവർ ചൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, അവർ ചൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എവിഡൻസിൻ്റെ ബേസിസിലാണോ, അങ്ങനെ എവിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർ സെലക്ട് ചെയ്യുന്നതിലൂടെ അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആവുന്നു, അക്കൗണ്ടബിൾ ആവുന്നു, അവർക്കാവേണ്ടി വരുന്നു EBPയിലൂടെ. അടുത്തത് കൺസൾട്ടിങ് റിസർച്ച് സ്റ്റഡീസ്, അതായത് കൗൺസിലേഴ്സ് അവരുടെ കറണ്ട് റിസർച്ചിൽ അപ്ഡേറ്റ് ആയിരിക്കണം. ആ റിസർച്ച് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഈ റിസർച്ച് വഴി കൗൺസിലേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരുന്നു. അങ്ങനെ EBPയിലൂടെ പ്രൊഫഷണൽസ് അവർ ഉത്തരം കൊടുക്കേണ്ടി വരികയാണ്. അതായത് ഈ പെർട്ടിക്കുലർ തെറാപ്പി, ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഒരു റൈറ്റ് ആൻസർ, ഒരു ഉത്തരം കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാവാണ് പ്രൊഫഷണൽസ്. അപ്പോൾ ഇത് പ്രൊഫഷണൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് യൂസ് ചെയ്യുന്നതിലൂടെ ഒരു ക്ലയൻറ്റിന് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മൾ ഈ തെറാപ്യൂട്ടിക് അപ്രോച്ച്, ഈ സ്പെസിഫിക് ഡിസോർഡറിന് എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് EBP ഇൻ പ്രാക്ടീസ്. അതൊരു ചെറിയൊരു ടോപ്പിക്കാണ്, അത് ഡിസ്കസ് ചെയ്യാം. തെറാപ്പിസ്റ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ബിഗിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ എന്താണ് സൈക്കോതെറാപ്പിയിൽ എന്താണ് വർക്കാവുക എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, അതായത് റിസർച്ചേഴ്സൊക്കെ ഒരുപാട് ഗ്യാദർ ചെയ്യണം. അപ്പോൾ കുറേ റിസോഴ്സസ് ഉണ്ട് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് തരുന്ന, അതിൻ്റെ ഇൻഫർമേഷൻസ് തരുന്ന ഒരുപാട് മേജർ റിസോഴ്സസ് ഉണ്ട്. അതിലുള്ള 1-2 റിസർച്ചസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഫസ്റ്റത്തെ റിസർച്ച് എന്ന് പറയുന്നത് കോക്രെയിൻ റിവ്യൂസൊക്കെയാണ്. അതായത് കോക്രെയിൻ കൊളാബറേഷൻസ് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്നുണ്ട് ഫോർ റിവ്യൂസ് ഓഫ് മെഡിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ അതിൻ്റെ റിവ്യൂസിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂസ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ വേരിയസ് ഡിസോർഡേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ചിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂസ് കോക്രെയിൻ കൊളാബറേഷന്
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കോക്രെയിൻ റിവ്യൂ ഈ പ്രാക്ടീഷണേഴ്സ്, ഈ ഏരിയാസിലുള്ള പ്രൊഫഷണൽസ്, പേഷ്യൻസിനെയൊക്കെ ഒരു ഇൻഫോംഡ് ഹെൽത്ത് കെയർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഈ റിവ്യൂ, നമ്മുടെ കോക്രെയിൻ റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള, ഏറ്റവും റെലവബിൾ ആയിട്ടുള്ള, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് എവിഡൻസ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഒരു ഹെൽത്ത് കെയർ ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല കോംപ്രഹെൻസീവ്, റിലയബിൾ, റെലവൻറ്റ് സോഴ്സ് ഓഫ് എവിഡൻസ് ഈ റിവ്യൂസ് നൽകുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് വേറൊരു റിസോഴ്സ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ്, EBPനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻസ്, പ്രിൻസിപ്പിൾ സെറ്റ് നാഷണൽ ഗൈഡ് ലൈൻ. ഇത് വളരെ അതായത് മെഡിക്കേഷനൊക്കെ പറ്റിയുള്ള നല്ല ഇൻഫോർമേഷൻസ് ഈ സൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇവരുടെ സൈറ്റ് guideline.gov നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്തിന് പ്രാക്ടീസിനുള്ള ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത് APA ആണ്, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് സൈക്കോ തെറാപ്പി സ്കൂൾസ് ആൻഡ് തെറാപ്പി ഇൻ്റഗ്രേഷനാണ്. ഇതിൽ പറയുന്നത് നോർക്രോസ്, ഹെഡ്ജസ്, പ്രോച്ചസ്ക ഇവരൊരു ഡെൽഫി പോൾ യൂസ് ചെയ്തു. അതായത് സൈക്കോ തെറാപ്പീൻ്റെ ഫ്യൂച്ചർ, അടുത്ത ഡെക്കേഡ്സിലുള്ള സൈക്കോ തെറാപ്പീൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽഫി പോൾ നടത്തി. അതിൽ പാർട്ടിസിപ്പൻസ് എക്സ്പേർട്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ പോളിൽ നിന്ന് അവർ കുറച്ച് കൺക്ലൂഷനിലെത്തി. അതായത് ഇതിൽ പ്രെഡിക്റ്റ് ചെയ്തത് കുറച്ച് തിയററ്റിക്കൽ സ്കൂൾസ് ഇൻക്രീസ് ചെയ്യും, പിന്നെ കുറച്ച് തിയററ്റിക്കൽ പോൾസ്, കുറച്ച് തിയറി ഓറിയൻറ്റേഷൻസ് അവർ ഡിക്രീസ് ചെയ്യും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സ്കൂൾസ്, തിയററ്റിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, കൾച്ചറൽ സെൻസിറ്റീവ് മൾട്ടി കൾച്ചറൽ കൗൺസിലിംഗ്, ബെക്സ് കോഗ്നിറ്റീവ് തെറാപ്പി, ഇൻ്റർപേഴ്സണൽ തെറാപ്പി, ഫാമിലി സിസ്റ്റം തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, ടെക്നിക്കൽ എക്ലെറ്റിസിസം, സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി, എക്സ്പോഷർ തെറാപ്പി. പിന്നെ അവർ ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞ തെറാപ്പി ഓറിയൻറ്റേഷൻസ് ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ്, ഇംപ്ലോസീവ് തെറാപ്പി, ജംഗിയൻ തെറാപ്പി, ട്രാൻസാക്ഷണൽ അനാലിസിസ്, ഹ്യൂമനിസ്റ്റിക് തെറാപ്പി, ആൽഡേറിയൻ തെറാപ്പിയൊക്കെയാണ്. അങ്ങനെ ഈ പോള്, ഈ ഡെൽഫി പോള് ഈ സൈക്കോ തെറാപ്പി എങ്ങനെ മാറുന്നു എന്നുള്ളത് കാണിച്ചു തന്നു. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഭാവിയിൽ ഇനി വരുന്ന അടുത്ത ഡെക്കേഡ്സിൽ സൈക്കോ തെറാപ്പി കൂടുതൽ ഡയറക്റ്റീവ്, സൈക്കോ എഡ്യൂക്കേഷണൽ, ടെക്നോളജിക്കൽ, പ്രോബ്ലം ഫോക്കസ്ഡ്, കുറച്ചുകൂടി ബ്രീഫായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതേ സമയത്ത് അവർ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ഹിസ്റ്റോറിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലോങ് ടേം അപ്രോച്ചസൊക്കെ അവർ കുറയുമെന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്ട് ടേം തെറാപ്പീസ് കൂടുകയും ലോങ് ടേം ഒക്കെ കുറയുകയും ചെയ്യുമെന്നാണ് ഈ പോളിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോയിൽ നമ്മൾ ഇന്ന് ഒരുപാട് ഡിസ്കസ് ചെയ്തു. നമ്മൾ ബാക്കി വന്ന ഒരു 2 വേസ് ഓഫ് സൈക്കോ തെറാപ്പി ഇൻ്റഗ്രേഷൻ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എവിഡൻസ് ബേസ്ഡ് തെറാപ്പി പറഞ്ഞു, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, മേജർ റിസോഴ്സസ് ഡിസ്കസ് ചെയ്തു, ഫ്യൂച്ചർ ഓഫ് സൈക്കോ തെറാപ്പി സ്കൂൾസ് ആൻഡ് തെറാപ്പി ഇൻ്റഗ്രേഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം. ഫോർ മോർ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൊളീഗ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം. ഇത് ഹെൽപ്ഫുള്ളാവും തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്തത്. ഇനി ഒരു 2 വീഡിയോസ് കൊണ്ട് നമുക്ക് ഈ മൊത്തം യൂണിറ്റ് കവർ ചെയ്യാം. അതോടുകൂടി നമ്മൾ ബ്ലോക്ക് 2 മൊത്തം കംപ്ലീറ്റ് ആവും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ മൾട്ടി മോഡൽ തെറാപ്പിയും ബേസിക് കോൺസെപ്റ്റ്സൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. താങ്ക് യു.